കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഡിഷാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. എൻ്റെ അമ്മയുടെ പ്രത്യേക രീതിയിലുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. അതിനുവേണ്ടി ചിക്കൻ നേരത്തെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മസാലപ്പൊടിയും ഇട്ട് മാരിനേറ്റ് ചെയ്തെടുത്ത് വയ്ക്കുക. ഒരു 2 മണിക്കൂറെങ്കിലും മുമ്പ് എടുത്ത് വയ്ക്കുക. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പെരിഞ്ജീരകം, ജീരകം, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എന്നിവ നന്നായി വഴറ്റിയെടുക്കുക. തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൊരിഞ്ഞിട്ട് വരണം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയിട്ട് നന്നായി പച്ചമണം മാറുന്നത് വരെ നന്നായി ചൂടാക്കുക. അതിനുശേഷം സവാള കുനുകുനാന്നരിഞ്ഞ് ചേർത്ത് നന്നായി വഴറ്റി യോജിപ്പിക്കുക. പിന്നെ നമ്മൾ ആ സവാളയുടെ പച്ചമണം മാറി ഒരുപാട് കരിഞ്ഞു പോകേണ്ട കാര്യമില്ല. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ചേർക്കുക. അത് ഈ സവാളയിലൊക്കെ പിടിച്ച് നല്ല സവാളയുടെയൊക്കെ ആ ഒരു മസാലയുടെ മണം വരുമല്ലോ. അതിന് ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്യുക. തക്കാളി നേരത്തെ ആഡ് ചെയ്യാൻ പാടില്ല. പുളി വരുന്നത് കൊണ്ട് നമുക്ക് സവാളയത് പിടിക്കില്ല പിന്നീട് ആഡ് ചെയ്തില്ലെങ്കിൽ. അങ്ങനെ തക്കാളി ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ ഉപ്പ് കുറച്ച് സവാളയ്ക്ക് പിടിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ആ നേരത്ത് നമുക്ക് ആഡ് ചെയ്യാം. അത് നന്നായി വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ച ചിക്കനില്ലേ, അത് ഇതിനകത്തേക്ക് ഇട്ട് നന്നായി യോജിപ്പിക്കുക. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ നന്നായിട്ട് അതിനകത്ത് എല്ലാം പിടിക്കും കേട്ടോ, മസാലയൊക്കെ. ഇതിൽ മുളക് പൊടി നന്നായി ആഡ് ചെയ്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വച്ചേക്കുന്നത്. അമ്മ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ അതിനകത്ത് നല്ല ടേസ്റ്റായിരിക്കും. അതൊന്ന് പിടിച്ച് ഒന്ന് ഇളക്കി റെഡിയായി കഴിയുമ്പോൾ കുറച്ച് നാരങ്ങാനീര് അതിനകത്തേക്ക് ചേർക്കുക. നാരങ്ങാനീര് ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. പിന്നെ ഒരു അല്പം വെള്ളം ചേർക്കുക. പിന്നെ നമ്മൾ പാത്രം സെലക്ട് ചെയ്യുമ്പോൾ ഈ ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ വെള്ളം ചേർക്കുന്നില്ലല്ലോ. ചിക്കനിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവും. പിന്നെ നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർക്കുന്നുള്ളൂ. പിന്നെ അമ്മയുടെ സ്ഥിരം സ്പെഷ്യൽ ഒരു വെറൈറ്റി സംഭവമാണ് ഈ വാഴയില. വാഴയില വച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ അമ്മ ഇത് അടയ്ക്കുന്നത്. അപ്പോൾ ആ വാഴയിലയുടെ ഒരു മണവും സ്വാദും ഈ ചിക്കനിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ട്രഡീഷണൽ ഒരു സ്വാദ് വരും. അങ്ങനെ നമ്മൾ ആ വാഴയില കുറച്ച് നേരം നമ്മളത് വെച്ച് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി ഈ വാഴയില എടുത്ത് മാറ്റി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ എനിക്ക് ഈ വീഡിയോയുടെ തുടക്കം കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളതുപോലെ ചെയ്യുക. തുടക്കം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒന്നുകൂടി വാഴയിൽ വച്ച് അടച്ച് നമ്മളതൊന്ന് വെള്ളം വലിച്ചെടുത്തതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ എന്താ സ്വാദെന്ന് അറിയോ, നല്ലൊരു വാസനയാണ്. പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്യണം കേട്ടോ. കുരുമുളക് പൊടി അമ്മ മാരിനേറ്റ് ചെയ്തപ്പോൾ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വച്ചിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും കുരുമുളക് പൊടി ചേർക്കാത്തത്. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എരിവ് അധികമായ പറ്റില്ലല്ലോ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചൊരു ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം ഫുൾ വറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉപ്പ് നോക്കാം. ഉപ്പും എരിവും ഒക്കെ നോക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പില, കുറച്ച് അധികം ആയാലും കുഴപ്പമില്ല, നന്നായിട്ട് ചേർക്കുക. പിന്നെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ ചിക്കൻ ഉണ്ടാക്കിയ പിള്ളേർക്കൊക്കെ സ്വാദ് നോക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പം ഞാനോർത്ത് കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കാമെന്ന്. ഒരു സാലഡ് ഉണ്ടാക്കുക. എന്നിട്ട് നല്ല ചൂടാട്ടോ, കൈകൊണ്ട് തൊടാൻ വയ്യ. അപ്പോൾ പിള്ളേർ പറഞ്ഞു സ്വാദ് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് ചോറിൻ്റെ കൂടെ കൊടുക്കുന്നതാണ്. ഭയങ്കര സ്വാദാണേ. നന്നായിട്ട് എല്ലാവരും ചോറുണ്ണും. ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. പിന്നെ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് ഇടാം. ഞാനിവിടെ നോർമൽ മുളക് പൊടിയാട്ടോ ഇട്ടിരിക്കുന്നത്. ട്രൈ ചെയ്യണേ. താങ്ക് യു.